നോക്കണേ, നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നമ്മൾ ഓൺ ആക്കുന്നതിന് നമ്മുടെ മോണിറ്റൈസേഷൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റീൽസ്, നമ്മുടെ സംഭവങ്ങൾ, നമ്മൾ എടുത്ത ഫോട്ടോസ് ആണെങ്കിലും നമ്മുടെ പോസ്റ്റുകളാണെങ്കിലും പബ്ലിക് ആയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റീച്ച് കിട്ടും. നമ്മുടെ റീച്ചിനും എൻഗേജ്മെന്റിനും അനുസരിച്ച് ഗുഡ് ക്വാളിറ്റി കണ്ടന്റുകൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഏർണിങ്സ് കിട്ടുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ പബ്ലിക്കിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എൻഗേജ്മെന്റ് കിട്ടും, നമ്മൾ എങ്ങനെ മോണിറ്റൈസ് ആകും. അഥവാ മോണിറ്റൈസ് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ ലോക്ക് ചെയ്യുവാണെങ്കിൽ, ലോക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പബ്ലിക് റീലുകളൊന്നും പബ്ലിക്കിൽ പോകത്തില്ല, അതെല്ലാം സെറ്റു നമ്മുടെ ഫ്രണ്ട്സിലേക്കായി മാറും. പിന്നെ നിങ്ങൾ ഇട്ടേക്കുന്ന ഒരു റീൽസിൽ നിന്ന് അതിന്റെ ആ മ്യൂസിക് ആരെങ്കിലും ആ മ്യൂസിക് എടുത്തിട്ട് അവർ റീൽസ് ഉണ്ടാക്കിയേക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മ്യൂട്ടായി പോകും കേട്ടോ. അത് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയേക്കുന്നവർ എപ്പോഴും നമ്മുടെ പ്രൊഫൈല് ലോക്ക് ചെയ്ത് വെക്കാതെ ഓപ്പൺ ആക്കി തന്നെ വെക്കണം. നിങ്ങൾക്ക് വേണ്ട, പബ്ലിക് ആക്കണ്ട എന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ പോസ്റ്റുകൾ നമുക്ക് പബ്ലിക് ആക്കാതെ നമ്മുടെ ഫ്രണ്ട്സ് ഉള്ളി ആക്കി വെക്കാം, ബാക്കിയെല്ലാം നമുക്ക് പബ്ലിക്കും ആക്കാം. അപ്പം ഓൾവേസ് നമ്മുടെ പ്രൊഫൈല് ലോക്ക് ചെയ്യാതെ, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കുന്നവര് ഓൾവേസ് നമ്മുടെ പ്രൊഫൈല് ലോക്ക് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി സഹായിക്കുന്നത് കേട്ടോ.